ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, നമ്മുടെ സ്വന്തം ഓട്ടട. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. കൂടാതെ ഓട്ടട ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓട്ടട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു നാഴി പച്ചരി, ഒരു നാഴിയും ഒരു കപ്പൊക്കെ ഒരു അളവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് തേങ്ങ ചിരവിയത് ഏകദേശം ഒരു 2 പിടി ഉണ്ടാവും കേട്ടോ. നമ്മളെ കയ്യിൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2 പിടി തേങ്ങ ചിരവിയത് ഉണ്ടാവും. പിന്നെ ഒരു 1/4 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് ചോറില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അവിൽ കുതിർത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ചോറിട്ട് കൊടുക്കുമ്പോൾ കൂടരുത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് ചോറ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചോറേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് അപ്പത്തിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വേണ്ട. നമ്മളതാ ഈ ഒരു അരിയും ചോറൊക്കെ അരയാനുള്ള ആ ഒരു പാകത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നിൽക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടടയ്ക്ക് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അരക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ മതി. ഈ ഒരു മാവിന് പാകമായിരിക്കും ആ ഒരു വെള്ളം. ഒരുപാട് ലൂസായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും വേണ്ട മാവ്. പിന്നെ നമ്മൾ ഓട്ടട മൺചട്ടിയിലൊക്കെ ചുടുകയാണെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് വിട്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പം ഓട്ടട അതിൽ തന്നെ പറ്റി പിടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് പുതിയ ചട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ചട്ടിയൊക്കെ ആണെങ്കിലാണ് അതുപോലെ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓട്ടട ചുടുന്നത് വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ പഴയ രീതിയിൽ തന്നെയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം ചട്ടി ചൂടായിട്ടിരിക്കണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് തീ കത്തണം കേട്ടോ. ഓട്ടടക്ക് നന്നായിട്ട് തീ കത്തിയാലേ നല്ല ഓട്ടടയായിട്ട് കിട്ടുള്ളൂ. പക്ഷെ തീ കത്തിയെന്ന് വിചാരിച്ചിട്ട് കരിയൊന്നുമില്ല. മൺചട്ടിയിൽ അങ്ങനെ കരിയുന്ന ഒരു പ്രശ്നം തന്നെ വരില്ല. അപ്പോൾ ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തീ കത്തിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടും നന്നാവില്ല ഓട്ടട. നന്നായിട്ട് തീ കത്തിയാൽ മാത്രമേ ഓട്ടട നന്നാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഓട്ടൻ്റെ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഓരോ ഹോളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ഹോളൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ അധികം ആവിയൊന്നും പുറത്തേക്ക് പോവാത്ത ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും കേട്ടോ. 1 മിനിറ്റ് ഒന്നും വേണ്ട, ശരിക്കും ഒരു 50 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയാവും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ആദ്യം നമുക്ക് അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വിടിയിച്ച് കൊടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ അടിവശമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് തീ കത്തിയിട്ടുണ്ട്, എന്നാലും ഇത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ പുതുമയുള്ള വിഭവങ്ങൾ വന്നാലും നമുക്ക് നമ്മുടെ പഴയ ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലബാറുകാർക്ക് അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ സ്വന്തം ഓട്ടട. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്